നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇറാൻ കൃത്യമായി നോക്കിവെച്ചതായിരുന്നു. തങ്ങളുടെ കയ്യിലേക്ക് കടന്നു വന്നാൽ ആ നിമിഷം ഒരു പിടി ചാരമാക്കി മാത്രം അമേരിക്കയുടെ ഈ അഹങ്കാരത്തെ കടലിൽ മുക്കുമെന്നുള്ളത്. ഉപരോധങ്ങൾ കൊണ്ട് രാജ്യത്തെ ശ്വാസം മുട്ടിക്കാനായി ലോകശക്തികൾ ഒന്നിച്ച് കച്ചകെട്ടി ഇറങ്ങിയാൽ തിരിച്ചടിയല്ലാതെ പ്രതിരോധമല്ലാതെ മറ്റെന്താണ് മുന്നിലുള്ളത്? കീഴടങ്ങുക എന്ന് പറയുന്നത് തങ്ങളുടെ നിഘണ്ടുവിലേ ഇല്ല എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. അങ്ങനെ ഇറാനിൽ നിന്നും ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഭയന്ന് പേടിച്ചരണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ വാക്കുകളല്ല, മറിച്ചൊരു വെല്ലുവിളിയുടെ ഗർജനമായി തന്നെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്. ഏതു തരത്തിലുള്ള തിരിച്ചടിയും തങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കുന്നത്. ലോകം മുഴുവൻ തങ്ങൾക്കെതിരായി നിന്നാലും ആയുധബലം കൊണ്ട് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇറാൻ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് കഴിഞ്ഞ ദിവസം വെല്ലുവിളി ഉയർത്തിയത്. ഈ ഘട്ടത്തിലാണ് ഇറാൻ അമേരിക്ക സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രധാനമായ ഒരു നീക്കം കൂടി നടന്നിരിക്കുന്നത്. ഏവരെയും അമ്പരപ്പിച്ച ഒരു നീക്കം. യുദ്ധപ്രഖ്യാപനമുണ്ടെങ്കിൽ പോലും ഒരാക്രമണത്തിലേക്ക്, ഏറ്റുമുട്ടലിലേക്ക് കടക്കില്ല എന്നായിരുന്നു ഇതുവരെ കരുതിയത്. എന്നാൽ അങ്ങനെയല്ല. അമേരിക്കൻ പടക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണിന് നേർക്ക് ഇറാൻ ഡ്രോണുകളുടെ ഒരു കൂട്ടം തന്നെ പായിച്ചു. കപ്പലിൻ്റെ നിരീക്ഷണമോ കപ്പലിനെ ആക്രമിക്കാനോ എന്തായിരുന്നു ലക്ഷ്യമെന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല എങ്കിൽ പോലും ഈ പാഞ്ഞെത്തിയ ഡ്രോണുകളെ വെടിവെച്ചിട്ടു. വിമാനവാഹിനി കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെയായിരുന്നു ആ ഡ്രോണുകൾ സമീപിച്ചതെന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെ എത്തിയ ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന് US സെൻട്രൽ കമാൻഡും വ്യക്തമാക്കുന്നു. വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുക എന്നതിലൂന്നി തന്നെയാണ് തങ്ങൾക്ക് ത്രട്ടായി തോന്നിയ, തങ്ങൾക്ക് ഭീഷണിയായി മാറിയ ഈ ഡ്രോണുകളെ വെടിവെച്ചിട്ടതെന്നും സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറയുന്നു. ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഈ സംഭവം. നടക്കുന്നതാകട്ടെ അറബിക്കടലിലും. കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനടുത്തേക്ക് ഇറാനിയൻ ഡ്രോണുകൾ പാഞ്ഞെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ വേഗത്തിൽ തന്നെ കപ്പലിലുള്ള F-35C യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രോണുകളെ വെടിവെച്ചിട്ടു എന്ന് സൈനിക വക്താവ് പറയുന്നു. എന്തിനായിരുന്നു ആ ഡ്രോണുകൾ എത്തിയത്? നിരീക്ഷണമായിരുന്നോ? ആക്രമണമായിരുന്നോ? അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടി അമേരിക്കയെ പരീക്ഷിക്കാനോ അമേരിക്കയുടെ ആക്രമണ സ്വഭാവം മനസ്സിലാക്കാനോ ആയിരുന്നോ? എന്തിനാണ് കപ്പലിനെ സമീപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറയുന്നത്. ഈ സംഭവത്തിൽ അമേരിക്കൻ സൈനികർക്കോ അതല്ലെങ്കിൽ അമേരിക്കയുടെ ഉപകരണങ്ങൾക്കോ നാശനഷ്ടമോ പരിക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ ആകട്ടെ മറ്റൊരു നീക്കം അണിയറയിൽ നടത്തുന്നുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടത്തണമെന്ന് ഇറാൻ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നു. മറ്റ് അറബ് രാജ്യങ്ങളെ ഒഴിവാക്കി അമേരിക്ക ഇറാൻ ഉഭയകക്ഷി ചർച്ചകൾക്ക് പരിമിതപ്പെടുത്താനാണ് ഇറാൻ നിലവിൽ സമ്മർദ്ദം ചെലുത്തി പോരുന്നത്. സംഘർഷം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ചർച്ചകൾ വേഗത്തിലാക്കാൻ നീക്കവും അണിയറയിൽ നടത്തുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർവ്വമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് അമേരിക്കയും പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകളിലേക്ക് ഇറാൻ കടക്കുകയാണെന്ന വാർത്തകൾക്ക് പിറകെ തന്നെയാണ് ഇറാനും നിലപാട് വ്യക്തമാക്കി പറഞ്ഞത്. ഒരു തരത്തിലും അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ തങ്ങൾ വഴങ്ങുന്നില്ല. അമേരിക്ക ഒന്നടിച്ചാൽ തിരിച്ച് രണ്ടടിക്കാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു. കനത്ത പ്രതിരോധം തീർത്തു തന്നെയാണ് ഇറാൻ അമേരിക്കയെ നേരിടാൻ ഉറച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണിക്ക് ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനി വ്യക്തമാക്കുകയും ചെയ്തു. ആണവ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരു തരത്തിലുമില്ല. സമുഷീകരിച്ച യുറേനിയം ഇറാൻ ആർക്കും തന്നെ വിട്ടു നൽകില്ല. ഇറാന്റെ നിലപാട് അതവർ ഉറപ്പിച്ചിരിക്കുന്നു. ഉപരോധമല്ല, യുദ്ധമായിരുന്നാലും തങ്ങൾ അതിനെ നേരിടും. ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത് സമ്മതിച്ചുകൊണ്ട് അമേരിക്ക ഒരു ഡീലിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. സമവായത്തിന് സൂചനയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഉപരോധങ്ങൾ നീക്കിയാൽ മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് അലി ഷംഖാനി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ചകളിലേക്ക് കടക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പറഞ്ഞു വന്നിരുന്നു. വ്യക്തമായ തങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിബന്ധനകളാണ് അമേരിക്ക വയ്ക്കുന്നതെങ്കിൽ ഉറപ്പായും ഉചിതമായ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ്. ആ നിബന്ധനകൾ ഒരുപക്ഷെ അംഗീകരിച്ചേക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചകൾക്ക് വേണ്ടി ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയെന്നാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്.
ഇസ്താംബൂളിൽ വെച്ചൊരു ചർച്ച നടത്തുമെന്ന സൂചന നേരത്തെ കിട്ടിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ഇറാന്റെ ആണവ പദ്ധതി തന്നെയാണ് അതിലെ അജണ്ടയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒഴികെ മറ്റൊരു രാജ്യങ്ങൾക്കും ആണവ പോർമുനയില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ കൂട്ടത്തിൽ പാകിസ്ഥാനൊപ്പം തന്നെ ഇറാനും കടന്നെത്തുന്നു എന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ആകുലതയും അതോടൊപ്പം തന്നെ ആശ്വാസവും പകരുന്ന ഒരു വിഷയം. രണ്ട് തരത്തിലുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. ആണവ കരാറിൽ ഏർപ്പെടാൻ തയ്യാറാകാത്ത പക്ഷം അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തത്. അമേരിക്കയുടെ വമ്പൻ കപ്പൽപ്പടയായിട്ടുള്ള അർമാദ ഇറാനെ ഉന്നമിട്ട് സഞ്ചരിച്ചതിൻ്റെ കാര്യവും ഇതുതന്നെയാണ്. ഗൗരവകരമായി തന്നെയാണ് ഇറാനുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞതോടെ സംഘർഷ സാധ്യതയൊക്കെ ഒഴിഞ്ഞുവെന്നായിരുന്നു കരുതിയത്. പക്ഷേ അറബിക്കടലിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വിഷയം ഇവരെയും അങ്കലാപ്പിലാക്കുന്നു. ഇനി ചെങ്കടലിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ആശങ്കയും ഇതോടൊപ്പം തന്നെ പറയുകയാണ് ഏവരും.